മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയ്ക്ക് വൻ തിരിച്ചടി. ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട തഹാവൂർ റാണ നൽകിയ ഹർജി US സുപ്രീം കോടതി തള്ളി. ഇന്ത്യയിലെത്തിയാൽ പീഡിപ്പിക്കപ്പെടുമെന്നായിരുന്നു ഹർജിയിലെ വാദം. ഇതോടെ റാണയെ ഇന്ത്യയിലെത്തിക്കാനുള്ള നീക്കം ഊർജിതമാക്കുകയാണ്. വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, മുംബൈ ഭീകരാക്രമണ കേസ് ഭാരതത്തിന്റെ തന്നെ ചരിത്രത്തിൽ തന്നെ ഒരു കറുത്ത ഏടായി മാറിയ ഒരു സംഭവമായിരുന്നു. അതിന്റെ പിന്നിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയ്ക്ക് വൻ തിരിച്ചടി. ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണ് റാണ ഹർജി നൽകിയത്. ആ ഹർജിയാണ് ഇപ്പോൾ US സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. വിശദാംശങ്ങൾ ഐസൺ. തീർച്ചയായും അഞ്ജന, US സുപ്രീം കോടതിയിൽ ഒരു ദയാഹർജിയുടെ സ്വഭാവമുള്ള, കാരണം അദ്ദേഹത്തിന്റെ അവകാശങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ റിട്ട് അവകാശങ്ങളോ സംബന്ധിച്ചോ അല്ല അദ്ദേഹത്തിന്റെ പരാതിയായിരുന്നത്, അല്ലെങ്കിൽ തഹാവൂർ റാണയുടെ പരാതിയായിരുന്നത്. തഹാവൂർ റാണ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് ഒരു ദയാഹർജിയുടെ സ്വഭാവമുള്ള ഒരു എമർജൻസി പെറ്റീഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ഈവൻ US എമർജൻസി പെറ്റീഷനാണ് അദ്ദേഹം അവിടെ നൽകുകയും ചെയ്തത്, തഹാവൂർ റാണ നൽകുകയും ചെയ്തത്. ഈ എമർജൻസി പെറ്റീഷൻ നൽകിയതിന്റെ പരിശോധന അല്ലെങ്കിൽ അതിലെ റിവ്യൂ കൃത്യമായി ഏപ്രിൽ 4 തീയതി നടന്നു എന്നാണ് കോടതിയിൽ നിന്നുള്ള സർക്കുലർ പുറത്തു വരുന്നത്. ഇയാളെ അവിടെ നിന്ന് നാട്ടിലേക്ക്, അതായത് ഭാരതത്തിലേക്ക് കടത്തുന്നതിനെ അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്നതിനെ തടസ്സമായി യാതൊരു വിഷയങ്ങളും ഇല്ല എന്ന നിലപാടാണ് US സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നിരന്തരമായ നിയമയുദ്ധങ്ങൾ നടത്തിയ ഒരു ചരിത്രം തഹാവൂർ റാണയ്ക്കുണ്ട്. നേരത്തെ വിചാരണ കോടതിയിലും അതുപോലെ തന്നെ സർക്യൂട്ട് കോടതികളിലും അതുപോലെ തന്നെ ഉന്നതമായ കോടതികളിലും അതുപോലെ സുപ്രീം കോടതികളിലെല്ലാം തന്നെ ഇയാളുടെ കേസുകൾ അയാളെ നാട്ടിലേക്ക് കയറ്റിവിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള, ഭാരതത്തിലേക്ക് കയറ്റിവിടരുത് എന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് നൽകിയ പരാതികളൊന്നും തന്നെ അംഗീകരിക്കപ്പെടുകയുണ്ടായില്ല. അവസാനമാണ് റിട്ട് പെറ്റീഷനായി നൽകിയത്. അതായത് ഒരേ വിഷയത്തിൽ 2 വിചാരണ അനുവദിക്കരുത് എന്ന ഒരു ആവശ്യമാണ് തഹാവൂർ റാണ പിന്നീട് സുപ്രീം കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷനായി അവസാനമായി ഉന്നയിച്ചത്. അതും തള്ളുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഒരു ദയാഹർജിയുടെ സ്വഭാവമുള്ള ഒരു എമർജൻസി പെറ്റീഷൻ, അതായത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഭാരതത്തിലേക്ക് നാടുകടത്തുകയാണെങ്കിൽ ഇവിടെ ജീവന് സുരക്ഷയില്ല, ജീവന് വെല്ലുവിളി ഉണ്ടാകും, മാത്രമല്ല പ്രായാധിക്യമുണ്ട്, അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം കാണിച്ചു നൽകിയ അവസാന ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഈ തള്ളിയ ഹർജിയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം, ഹർജി തള്ളിയത് സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം, അമേരിക്കൻ സർക്കാർ ഈ നാടുകടത്തലിനെ കൃത്യമായി അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ എത്തിയ സന്ദർഭത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം കൃത്യമായി പറയുകയും ചെയ്തു. ഇത്തരത്തിൽ മുംബൈ ഭീകരാക്രമണത്തിൽ 174 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭാരതത്തിലെ വിചാരണ അയാൾ നേരിടണമെന്ന നിലപാടാണ് അമേരിക്കയ്ക്കുള്ളതെന്ന് കൃത്യമായി സംയുക്ത പ്രസ്താവനയിൽ ട്രംപും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ചേർന്ന് നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. നയതന്ത്ര തലത്തിൽ ശക്തമായൊരു നീക്കം ഭാരതം മുന്നോട്ട് വെക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിവിധ ഘട്ടങ്ങളിലായി, അതായത് 5-6 ഘട്ടങ്ങളിലായി നടന്ന വിചാരണയുടെയും നിയമപരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ തഹാവൂർ റാണയെ ഭാരതത്തിന് കൈമാറണമെന്ന കടുത്ത നിലപാട് US സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഭരണഘടനാപരമായ ഒരു അവകാശം എന്ന രീതിയിൽ സമർപ്പിച്ച ഹർജിയുടെ വിചാരണ വേള കഴിഞ്ഞ നിമിഷം തന്നെ, അതിനും വിധി വന്ന സമയത്ത് തന്നെ ഭാരതത്തിൽ നിന്നുള്ള NIA സംഘവും NIAയുടെ അറ്റോർണികളെല്ലാം തന്നെ അമേരിക്കയിലേക്ക് തിരിച്ചിരുന്നു. അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിന്റെ നിയമ നടപടികൾ കോൺസുലേറ്റ് തലത്തിൽ നീങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വൈകാതെ തന്നെ തഹാവൂർ റാണയെ ഭാരതത്തിലെത്തിച്ച് മുംബൈ ഭീകരാക്രമണം സംബന്ധിച്ച കേസിൽ വിചാരണയ്ക്ക് വിധേയനാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കടുത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി വിചാരണ നടത്തേണ്ട ഒരു പശ്ചാത്തലമാണ് നിലനിൽക്കുന്നത്. പാകിസ്ഥാനുമായി കൃത്യമായി ബന്ധമുള്ള ഒരു ആളെന്ന നിലയിൽ അവരുടെ വിരുദ്ധമായ, പാകിസ്ഥാനെതിരായ നിരവധി വിവരങ്ങൾ ഭാരതത്തിന്റെ കൈവശം എത്തുമെന്ന ഒരു ആശങ്ക തീർച്ചയായും പാകിസ്ഥാൻ ഉണ്ടാകുമെന്നതുകൊണ്ട് തന്നെ ഇയാൾ ഭാരതത്തിലെത്തുമ്പോൾ ഇയാളെ ആക്രമിക്കുന്നതിനുള്ള നീക്കങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കടുത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയായിരിക്കും ഇയാളുടെ വിചാരണ ഭാരതത്തിൽ നടക്കുക. ഏറെ വൈകാതെ അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഏറെ വൈകാതെ തന്നെ തഹാവൂർ റാണയെ ഭാരതത്തിൽ എത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അറിയുന്നുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ, ഇയാളെ പാർപ്പിക്കുന്ന ജയിലിൽ തന്നെ, ഒരു ഹൈ സെക്യൂരിറ്റി ജയിലിൽ തന്നെ ഇയാളെ പാർപ്പിക്കുകയും അവിടെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും വിചാരണ ജയിലിൽ തന്നെ നടത്തുകയും ചെയ്യുന്നതിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഭാരത സർക്കാരിന്റെ സ്ഥിരീകരണങ്ങളെല്ലാം വരേണ്ടതുണ്ട്. എങ്കിലും അത്തരത്തിൽ തന്നെയായിരിക്കും നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് സുരക്ഷാ കാരണങ്ങളാൽ മാത്രവുമാണ്. എന്തു തന്നെയായാലും രാജ്യത്തെ ഞെട്ടിച്ച, ഭാരതത്തിന്റെ ആത്മാവിനെ മുറിവേൽപ്പിച്ച മുംബൈ ഭീകരാക്രമണത്തിലെ ഏറ്റവും നിർണായകമായ സൂത്രധാര പ്രവർത്തികൾ നടത്തിയ ആളെ ഭാരതത്തിൽ എത്തിച്ച് വിചാരണ ചെയ്യാനുള്ള നീക്കം ഏതാണ്ട് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് നടക്കുക എന്നൊരു ആവശ്യം മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്.
മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയ്ക്ക് വൻ തിരിച്ചടി. ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് തഹാവൂർ റാണ നൽകിയ ഹർജി US സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.